നശിപ്പിച്ച കൃഷ്ണനെ പൊട്ടിക്ക് വിഗ്രഹം തകർക്കുന്നു കേട്ടപ്പം രാജാക്കന്മാര് രാത്രിക്ക് രാത്രി വിഗ്രഹം എടുത്തു പോകും. എന്നിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ച ആ ക്ഷേത്രമാണ് ശ്രീനാഥ്. അങ്ങനെയൊക്കെ അത്ഭുതങ്ങളുടെ ഒരു കലവറ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ രാജസ്ഥാൻ. ഇന്നും ഇവിടെ ടൂറിസം ഉള്ളത് രാജാക്കന്മാര് വേറെ എന്താ ഉള്ളത്? എല്ലാം പഴയ കാലത്തെ രാജാക്കൾ. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഞങ്ങൾ ഉദയ്പൂർ പോവാണ്, ഞങ്ങൾ ജോധ്പൂർ പോവാണ്, ഞങ്ങള് എന്താണ് ഹവാമഹൽ കാണാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വീമ്പടിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ പൂർവികരായ രാജാക്കന്മാര് അവര് കുട്ടി വെച്ച് നമ്മളെ പോലെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും? അന്നത്തെ രാജാക്കന്മാര് നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അതിനൊരു കുന്തും കേരളക്കാരെ പോലെ ഇത്ര പൊട്ടന്മാരെ ലോകത്തിലുണ്ട്. നമ്മളെല്ലാം അവരതല്ല, അവരവരെ ചോരയും നീരും ചെലവഴിച്ച് കൊട്ടാരം, അത്ഭുതകരമായ കൊട്ടാരങ്ങൾ ഇല്ലേ? അവർക്ക് അതൊന്നും പ്രശ്നമില്ല. അവരവരുടെ സ്വാർത്ഥതയും അവരുടെ സുഖവും മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാ ഈ കൊട്ടാരം? നാളെ കത്തുപോയില്ലേ നമ്മള് എന്ന് പറഞ്ഞ അവർ വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്കിവിടെ വരുമ്പോ കാണാൻ ഉണ്ടാവുമല്ലോ. ഉണ്ടാവുമോ? ചരിത്രം സൃഷ്ടിച്ചവരാണ് ആര്? രാജാക്കന്മാർ. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ അവിടെ. ഇന്നിപ്പോ ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്ന എന്തിനാണെങ്കിലും എത്ര കാലത്തെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്ന നോക്കും. ഈ ഒരു കൊട്ടാരത്തിന് എത്ര കഥകൾ പറയാനുണ്ടാവും, എന്തെല്ലാം കഥകൾ ഉണ്ടാവും. ഉണ്ടാവുമോ? ഇവിടെ ഇവരുടെ ഒറിജിനൽ രാജവംശം എന്ന് പറയുന്നത് മേവാർ രാജവംശമാണ്. ഏതാണ്? ഇന്ന് പേരൊക്കെ നിൽക്കുകയാണ്. ചിത്തോർഗഡ് എന്നാണ് അവരുടെ രാജ്യത്തിന്റെ പേര്. ഈ കൊട്ടാരത്തിന്റെ രാജ്യത്തിന്റെ പേര് എന്താണ്? അത് ഇവിടുന്ന് ഒരു 75-80 കിലോമീറ്റർ പോയാൽ കാണാൻ പറ്റും. ഏത്? ചിത്തോർഗഡ്. അവിടെ ഇപ്പോഴും ഒരു 300-400 ഏക്കർ സ്ഥലത്ത് അവരെ കൊട്ടാരങ്ങളൊക്കെ ഉണ്ട്, അവശിഷ്ടങ്ങള്. ഇത് മാത്രമല്ല, ഒരു കഥയും കൂടി. ചിത്തോർഗഡ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. അവിടുന്ന് എളുപ്പമാണ് ആ സ്ഥലത്തേക്ക് പോവാൻ. അവിടുന്ന് അങ്ങോട്ട് പോകാൻ അവര് 300. അതായത് ചൈന വാൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് വലിയ വാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചിത്തോർഗഡിന്റെ വാളുണ്ട്. പക്ഷെ അത് ചൈന വാൾ പോലെ അത്ര ഗ്രേറ്റ് വാൾ അല്ലാത്തതുകൊണ്ട് അറിയപ്പെട്ട. പക്ഷെ 300 ഏക്കർ സ്ഥലത്തിന് അവര് വാള് കെട്ടി. അത് എത്ര ഉയരത്തിന് അറിയാം? ഒരു കുന്നിന്റെ മുകളിൽ. അന്ന് കല്ലുകൊണ്ട് വാള് കെട്ടണമെങ്കിൽ എത്ര ആൾക്കാർ വേണം, എന്തൊക്കെ വേണം അന്ന്. അവിടുത്തെ രാജ്ഞിയായിരുന്നു ഏറ്റവും സുന്ദരിയായ ഒന്ന് മീരാബായി. അവിടെയായിരുന്നു അവരവിടെയായിരുന്നു ജീവിച്ചത്. അവരിവിടെ വന്നിരുന്നു. പിന്നീട് അവർ അവിടെ തന്നെയാണ് കൂടുതൽ സമയമായത്. പിന്നെയാണ് ഭാരതത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുന്ദരിയായ രാജ്ഞിയായിരുന്നു റാണി പത്മിനി. ഇതാണ് ആ റാണി പത്മിനി.